ഒതളങ്ങാത്തുരുത്ത് എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഇറങ്ങിയിരുന്നു കോവിഡ് സമയത്ത്. അതിനകത്തും ജോൺ ചെറിയ റോൾ ചെയ്തു. അവസാനത്തെ 3 എപ്പിസോഡിലുണ്ട്. അതിലോട്ടുള്ള എന്തെങ്ങനെയായിരുന്നു? ഫ്രണ്ട്സ് തന്നെയാണോ ചെയ്തത്? അത് അവർ വിളിക്കുക, പരിപാടി ചെയ്യാനുണ്ട് വരാം. ഇപ്പൊ അതിലൊരു പാട്ട് ട്രെൻഡിങ്, മറ്റേ വണ്ടിനെ തേടുന്ന പറഞ്ഞ പാട്ട് 2 വർഷം മുമ്പ് ഷൂട്ട് ചെയ്തത്. അതിപ്പം ഇപ്പൊ എല്ലാ റീൽസും ആ പാട്ടാണ്. എന്തായാലും 2 പിക്കപ്പ് ലൈൻസ് പറയാൻ പറ്റും? ഞാൻ ഇന്നൊരു പിക്കപ്പ് ലൈൻസ് ഇട്ടായിരുന്നു. എനിക്ക് കുറെ പിക്കപ്പ് ലൈൻസ് ഇതിൽ അയച്ചൊന്നുണ്ടാവല്ലോ വാട്സാപ്പിൽ. ഇത് 2 പറഞ്ഞാൽ മതി. ക്യാമറ 2 പറഞ്ഞാൽ മതി. റോഡിലുണ്ട് ചരല്, തോട്ടിലുണ്ട് പരല്, നീയൻ കരള്. ഒയോടെ ഒരു ഓയല്ല, ഞാൻ ഇന്നൊരു സാധനം ഇട്ടിട്ടുണ്ടെന്ന് മറന്നു പോയത്. അമ്പലത്തിലുണ്ട് പുഷ്പാഞ്ജലി, അപ്പൂപ്പൻ ആദരാഞ്ജലി, നീയൻ അഞ്ജലി എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ജോമന്തന്നെ. അയ്യോ, അത് സ്ക്രിപ്റ്റിലുള്ളത്. അത് അവര് രവിചേട്ടനും ദീപചേട്ടനും സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഈ പിക്കപ്പ് ലൈൻസ് ഒന്നും പറയാറില്ല, ഞാൻ അതിന് വേണ്ടിയിട്ട് പറഞ്ഞ. അത് ഓർമ്മയുണ്ട്. നമ്മള് മറ്റേ ചെരുപ്പെടുത്തെറിഞ്ഞത്, പിന്നെ ചോറ് പാത്രം എടുത്തെറിഞ്ഞത്, ചെരുപ്പ് എറിയണത്, ചോറ് എറിയണത്, ഇതെല്ലാം ചേട്ടനാ. ഇതൊക്കെ ഞാനറിഞ്ഞ്. അപ്പോൾ ബിജുചേട്ടൻ പറഞ്ഞത് നല്ല ശക്തിയിൽ എറിയണം, എന്നാലേ അത് ഫീൽ ചെയ്യുള്ളൂ. എനിക്കൊന്ന് വേദന എടുത്തോണ്ട് കൈ. ഈ വിപിൻ ചേട്ടൻ്റെ കൂടെ സ്ക്രിപ്റ്റ് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ലൊക്കേഷൻ ഹണ്ടിങ്ങിന് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഈ വീടും കാര്യങ്ങളൊക്കെ നേരത്തെ നോക്കി വെച്ചാണോ, അതോ ചേട്ടൻ നിങ്ങളൊപ്പാണോ പോയത്, അതോ വിപിൻ ചേട്ടൻ കണ്ടിട്ട് ചേട്ടനോട് ഈ വീടിന്റെ കാര്യങ്ങൾ? അവര് ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു വീട്. ഈ ബേസിലിന്റെ വീടും അനശ്വരൻ്റെ വീടും ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് അടുത്തടുത്ത് വീട് കിട്ടേണ്ടതുകൊണ്ട്. കാരണം ആദ്യം ഞാനായിരുന്നില്ല ഡയറക്ടർ. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ അവരെന്തോ ഇത് മാറിയ പിന്നെയാണ് ഞാൻ അതിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ അവർ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ആ വീട് മാത്രം, വേറെ കണ്ടില്ല. ബാക്കിയെല്ലാം ഞാനും കൂടി പോയിട്ടാണ് കണ്ടത്. അല്ല, വീട്ടിലല്ല വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ഇല്ലായിരുന്നല്ലോ. അല്ല, ജസ്റ്റ് വീട് മാത്രമായിട്ട് തരുമായിരുന്നു, അതോ ചേട്ടൻ അവിടെ വേറെ? അതിൽ മൊത്തം കളർ പെയിൻ്റൊക്കെ അടിച്ച്, പിന്നെ ആ ബേസിൻ്റെ വീട്ടിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. അതിന് മേലെ ഇവർ ആ ടെറസിലൊക്കെ ഒരു ചെടിയൊക്കെ വളർത്തുന്ന പരിപാടിയൊക്കെ ഞങ്ങൾ ചെയ്തതാണ്. പിന്നെ ഈ മറ്റേ കല്യാണം പാട്ട്, അതിൻ്റെ ആ വർക്ക് മടി അതെല്ലാം ആ വീടിൻ്റെ മുറ്റത്ത് തന്നെ ചെയ്തു. രണ്ട് വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് മറ്റേ കല്യാണം പാട്ട്. അതെ. അതിൽ ജോമൻ ഉണ്ടായില്ല. രണ്ടാമത്തെ കല്യാണത്തിനില്ല, ലാസ്റ്റ് ദിവസം വന്നായിരുന്നു. അതല്ലേ? ഇല്ല, പാട്ട് സീക്വൻസിൽ ജോമൻ ഇല്ല, കാണാൻ വേണ്ടി വന്നായിരുന്നു ഷൂട്ട് സമയത്ത്. മറ്റേ ഗ്യാസ് കുറ്റി തൂക്കിയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ പാട്ട് സീന് കഴിഞ്ഞ പിന്നെ ഞാൻ തോന്നുന്നത് അടുത്ത് ആ വീട്ടിലാണ് ചേട്ടൻ പറഞ്ഞ ബേസിലിന്റെ വീട്ടിലോട്ട് വരുന്നത്. അതായത് നമ്മള് ശരിക്ക് കഥ നടക്കുന്നത് ഇത് കല്യാണത്തിന് മുന്നേ ആണ് ഗ്യാസ് കുറ്റി എടുത്തോണ്ട്. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്തത് കല്യാണം കഴിഞ്ഞ് മറ്റേ പാട്ട് സീന് കഴിഞ്ഞ പിന്നെ എടുത്തത്.